എല്ലാവർക്കും നമസ്കാരം. മധുശ്രീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തേനീച്ചപ്പെട്ടിയുടെ പരിഷ്കരിച്ച ഒരു മോഡൽ നമുക്കിവിടെ പരിചയപ്പെടാം. ഉറുമ്പുകളിൽ നിന്ന് രക്ഷ നേടാനാണ് ഈ ഒരു കൊളുത്തിട്ടിരിക്കുന്നത്. ചെറുതേനീച്ചപ്പെട്ടി കോളനികൾ സ്ഥാപിച്ച ഉടനെ 2-3 ദിവസത്തേക്ക് ഉറുമ്പുകളൊക്കെ കയറാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്ത് ഇങ്ങനെ PVC കൊണ്ടുടെ ഒരു എൻഡ് ഗ്യാപ്പ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കൊളുത്ത് നിർമ്മിക്കാം. നമുക്ക് തൂക്കിടാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിനുള്ളിൽ ഉറുമ്പ് കയറാതിരിക്കാൻ ഏറ്റവും നല്ലത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ ഒരു 5 മില്ലിയിലധികം ആവശ്യമില്ല. ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് അകത്തൊന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പം ഇതാണ് ഈ മോഡൽ. ഇനിയൊന്ന് തുറന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഇതിൻ്റെ ഹണി ചാമ്പർ. ഇതിനുള്ള സെപ്പറേറ്റ് തേൻ തന്നെ വരും. അതിന് OH ഷീറ്റും കൊണ്ട് ഒരു കവറിങ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് തന്നെ തേൻ നിറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. നോക്കുമ്പോൾ നമുക്ക് പൊട്ടിയൊലിക്കാതെ സൗകര്യപ്രദമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് തേൻ കളക്ട് ചെയ്യാവുന്നതാണ്. ഇതിനിടയിൽ നമ്മൾ ഇങ്ങനെ ഒരു പലക ഉപയോഗിച്ചിട്ടുണ്ട്. പലക സൈഡ് ഇത് ഉയർന്നു കിട്ടും. ഇതിനുശേഷം താഴേക്ക് സുതാര്യമായിട്ട് കാണാൻ വേണ്ടി OH ഷീറ്റ് വെച്ചിരിക്കുന്ന ഒരു എക്സ്ട്രൂഡർ പൈപ്പുണ്ട്. അതിൻ്റെ താഴെയാണ് പ്രത്യേകം മരത്തിൻ്റെ പാനലിങ് എടുത്തിരിക്കുന്ന ഒരു PVCയുടെ ഒരു അറയാണിത്. ഇതിനുള്ളിലാണ് മുട്ട മാത്രം ഇതിനുള്ളിലാണ്. പൂമ്പൊടിയും അവർക്ക് താൽക്കാലിക ആവശ്യമുള്ള ദൈനംദിന ആവശ്യമുള്ള തേനും പൂമ്പൊടിയും ഈ കോർണറുകളിലാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ മോഡൽ കൊണ്ട് തേനും പൂമ്പൊടിയും മുട്ടയും നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും. സെറ്റ് തിരിക്കാനും വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ശേഷം നോക്കുന്നു. വളരെ സൗകര്യപ്രദമായ മോഡലാണ്. ഇത് ചൂടിനും തണുപ്പിനൊക്കെ അതിജീവിക്കാൻ കഴിയും. അതിൻ്റെ ബ്രൂഡിനാണെങ്കിൽ ഒട്ടും തന്നെ ചൂടടിക്കുകയില്ല. കാരണം രണ്ടാമത്തെ സ്റ്റെപ്പിനുള്ളിലാണ്, കരയ്ക്കുള്ളിൽ. അപ്പോൾ തേനും അതുപോലെ തന്നെയാണ്. പിന്നെ ഇതിന് ഉറുമ്പ് കയറാതിരിക്കാനുള്ള ആ കപ്പും ബാക്കി
സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്ലാവിൻ്റെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് പരിചയപ്പെടാം. പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഈ മോഡലിൽ നിന്ന് അതിൻ്റെ അളവുകൾ ക്രമീകരിച്ച് പുതിയ ഡിസൈൻ ചെയ്ത് വരുത്തിയ ഒരു കൂടാണത്. ഇത് മുമ്പുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉള്ളളവ് ഏതാണ്ട് 4600 സ്ക്വയർ സെൻറ്റിമീറ്ററാണ്, ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. 2300 4600 സ്ക്വയർ ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. എന്നാൽ ഇത് തേനീച്ചയ്ക്ക് വളരെയധികം സാധാ രീതിയിൽ ഇത് വളരെയധികം അധികമാണ്. അളവ് ക്രമീകരിച്ച് സാധാരണ ആവശ്യത്തിന് മാത്രമാക്കി വെച്ചിരിക്കുന്ന, കണക്കിന് അളവാക്കിയിരിക്കുന്ന ഒരു പെട്ടിയുടെ മോഡലാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.